ഹായ് ഗൈസ്, നിങ്ങൾ പെട്രോൾ കാർ കണ്ടിട്ടുണ്ടാവും, ഡീസൽ കാർ കണ്ടിട്ടുണ്ടാവും, EV കാറും കണ്ടിട്ടുണ്ടാവും, ഹൈഡ്രജൻ കാർ കണ്ടിട്ടുണ്ടോ? ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കേരളത്തിലെ ഹൈഡ്രജൻ കാർ രജിസ്റ്റർ ചെയ്തു. ഹൈഡ്രജൻ സ്റ്റേഷൻസ് ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് റോഡിലൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല ഗൈസ്. EV കാറിന് പൊല്യൂഷൻ ഇല്ലേ? EV കാറിന്റെ ബാറ്ററി പ്രൊഡക്ഷനിൽ നമുക്ക് ഒരുപാട് പൊല്യൂഷൻ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഹൈഡ്രജൻ കാറിന് വെള്ളമാണ് ഗൈസ് പുറത്തു പോവുക. ഭയങ്കര സേഫും ഭയങ്കര എക്കോ ഫ്രണ്ട്ലിയും ആയിട്ടാണ് ഹൈഡ്രജൻ കാർ വരാൻ പോകുന്നത്. ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മോട്ടർ യൂസ് ആക്കിയിട്ടാണ് ഹൈഡ്രജൻ കാർസിന്റെ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഹൂണ്ടായിലും ടയോട്ടയിലും ഒക്കെ ഹൈഡ്രജൻ കാർസ് വന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞു. സീറോ ഇമിഷനിലുള്ള ഹൈഡ്രജൻ കാർസ് ഇനിയും വരട്ടെ. ഹൈഡ്രജന് കാശൊന്നും കൊടുക്കണ്ടേ? ഹൈഡ്രജൻ കാർസിനെ എങ്ങനെ നോക്കിയാലും ഹൈഡ്രജൻ ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്ന ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഹൈഡ്രജന് വേണ്ടിയിട്ട് മെനക്കെട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ഹൈഡ്രജൻ കാർസും ഹൈഡ്രജൻ സ്റ്റേഷൻസും ഇവിടെ അവൈലബിൾ ആയിരിക്കും എന്ന് കരുതുന്നു. കാത്തിരിക്കാൻ നമുക്ക്. എന്തെങ്കിലും ഹൈഡ്രജൻ കാർസിനെ പറ്റിയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? എന്തെങ്കിലും സേഫ്റ്റി കുറവുണ്ടോ, ഡ്രോബാക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. സൈനിങ് ഓഫ്, റിനൂസ്.